നടനും ബി.ജെ.പി. നേതാവുമായ ജി കൃഷ്ണകുമാറിനെതിരെ കേസ്. മകൾ ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ പരാതിയിലാണ് കേസ്. തട്ടിക്കൊണ്ടുപോകലാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. ആദ്യം തന്നെ ഈ വിവരം കേൾക്കുമ്പോൾ ഒരു ഭാഗിക വിവരമായി തോന്നുന്നുണ്ടല്ലോ. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രാഥമികമായ അന്വേഷണം നടത്തിയോ? എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? ഈ തട്ടിക്കൊണ്ടുപോകൽ അങ്ങനെ സംഭവിച്ചു എന്നതിൽ വ്യക്തതയുണ്ടോ? രതീഷ്, ബി.ജെ.പി. നേതാവും നടനുമായ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ, ജി കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെയാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി വന്നിരിക്കുന്നത്. അത് ഈ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിലെ 3 ജീവനക്കാരാണ് പരാതി നൽകിയത്. അവരെ തട്ടിക്കൊണ്ടുപോയി, സ്ത്രീത്വത്തെ അപമാനിച്ചു, പണം അപഹരിച്ചു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനു മുൻപ് ഈ പരാതി നൽകിയിരിക്കുന്ന 3 വനിതാ ജീവനക്കാർക്കെതിരെയും കൃഷ്ണകുമാറും കുടുംബവും നേരത്തെ പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ ആധാരം അത് 2024 മുതൽ ദിയ കൃഷ്ണയുടെ കടയിൽ നിന്ന് 69 ലക്ഷം രൂപ ഇവർ QR കോഡ് തട്ടിപ്പ് വഴി അപഹരിച്ചു എന്നുള്ളതാണ്. ആ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 3 പേർക്കെതിരെ, ഈ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ 3 വനിതാ ജീവനക്കാർക്കെതിരെയാണ് അന്ന് കേസെടുത്തിരുന്നത്. വിനീത, ദിവ്യ, രാധകുമാരി. ഇതുകൂടാതെ വിനീതയുടെ ഭർത്താവ് ആദർശിനെതിരെയും ആ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. ആ പരാതിക്കാരാണ് ഇപ്പോൾ കൃഷ്ണകുമാറിനും കുടുംബത്തിനെതിരെ മറ്റൊരു പരാതി. സാമ്പത്തിക തട്ടിപ്പിന്റെ അല്ലെങ്കിൽ സാമ്പത്തികമായ ഇടപാടിന്റെ അല്ലെങ്കിൽ സാമ്പത്തിക തർക്കത്തിന്റെ അതിന്റെ തുടർച്ചയായിട്ടാണോ ഈ പരാതികളൊക്കെ വരുന്നത്? അതും ഇതുമായി കണക്റ്റഡ് ആണ് എന്നതാണ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ 3 ജീവനക്കാരികൾ QR കോഡ് മാറ്റി നിരന്തരമായി പണം അപഹരിച്ചു. അങ്ങനെ 69 ലക്ഷം രൂപ അപഹരിച്ചു എന്നുള്ളതായിരുന്നു കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെയും ആ പരാതി. അതാണ് ആദ്യം നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 3 വനിതാ ജീവനക്കാർക്കെതിരെയും ദിയ കൃഷ്ണയെ ഭീഷണിപ്പെടുത്തിയതിന് ഇതിലൊരു ജീവനക്കാരുടെ ഭർത്താവിനെതിരെയും മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ 3 ജീവനക്കാരികളും കൃഷ്ണകുമാറിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. അവരെ വീട്ടിലേക്ക് ഈ പ്രശ്നം പരിഹരിക്കാനെന്ന പേരിൽ വിളിച്ചു വരുത്തുകയും തട്ടിക്കൊണ്ടുപോവുകയും ഭീഷണിപ്പെടുത്തി 8 ലക്ഷത്തോളം രൂപ അപഹരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അവരുടെ പരാതി. അതിലാണ് ഇപ്പോൾ കൃഷ്ണകുമാറിനും ദിയ കൃഷ്ണയ്ക്കുമെതിരെ പോലീസ് കേസ്. ഒരു സാമ്പത്തിക തർക്കമാണ്. ആ സാമ്പത്തിക തർക്കത്തിന്റെ തുടർച്ചയാണ് പുതിയ ഒരു കേസ് കൂടി, തട്ടിക്കൊണ്ടുപോകൽ എന്നൊരു കേസ് കൂടി വരുന്നത്. ആർ അനന്തകൃഷ്ണനാണ് ആ വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത്.